ഹായ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾക്ക് അത്ര വലിയ ഹാപ്പി ഓണമൊന്നുമില്ല. കാരണം ഡുഡുവിന് ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അമ്മാമ്മയ്ക്ക് ഒരു ആഗ്രഹം എല്ലാവരും കൂടി ചോറുണ്ണണം എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ആ ആഗ്രഹത്തെ മാനിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ അമ്മാമ്മയുടെ അടുത്തേക്ക് രാവിലെ തന്നെ വന്നു കേട്ടോ. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മാമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു കളം ഞങ്ങൾ ഇടുകയാണ്. അപ്പം ഞാനാണ് ഇതിൻ്റെ ആള്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എനിക്കിത് സ്ഥിരം പരിപാടിയായിരുന്നു കേട്ടോ. പൂ പൊട്ടിക്കലും അതൊക്കെ ഒരു ഓർമ്മ. ഇപ്പം ഒന്നും അങ്ങനത്തെ പരിപാടി ഇല്ല. പക്ഷെ അത് അമ്മാമ്മയുടെ ഒരാഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് ഒരു പൂക്കളം ഇട്ടു. പൂക്കളം ഇടുന്നത് എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാം നല്ല രീതിയിൽ കാണുന്ന ആൾക്കാരല്ല, അതായത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരൊന്നുമില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്. പലർക്കും പല രീതിയിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. അതിൽ വേറെ ഒരാൾക്കാരുടെ കാര്യമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഞാൻ പൂക്കളം അമ്മാമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ അമ്മാമ്മയ്ക്ക് എങ്ങനെയാണോ കാണേണ്ട രീതിയിൽ വലിയൊരു പൂക്കളം തന്നെ ഞാൻ എന്താ പറയുക ഉണ്ടാക്കാൻ കേട്ടോ. ഒരു ഊഹം വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക. വരയ്ക്കലും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചെറുപ്പത്തിലൊക്കെ ആയിരുന്ന സമയത്ത് തലേദിവസമൊക്കെ വരച്ചിടും. പിന്നെ എങ്ങനെയാണ് പൂവൊക്കെ, ഇന്നൊക്കെയാണ് പൂവ് മേടിക്കലും കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ ഇങ്ങനെ പൂവ് പൊട്ടിക്കൽ അങ്ങനത്തെയൊക്കെയാണ്. എങ്കിലും ഇപ്പോഴും പൂവ് മേടിക്കാതെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മിക്കപ്പോഴും പൂവ് മേടിക്കുക അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. പിന്നെ റെഡിമെയ്ഡ് പൂക്കളം തന്നെ ആയിട്ട് കിട്ടും. അതാകുമ്പോൾ അതെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. അതാകുമ്പോൾ പൂക്കളം ഇട്ട പോലെ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ പൂ പൊട്ടിച്ച് പൂ ഇടുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും ഇന്ന് അങ്ങനെ കിട്ടൊന്നുമില്ല. അപ്പോൾ അതേ പൂക്കളം റെഡിയായി. ഒരു പൂക്കളം എന്താ പറയുക, ഒരു നല്ല രീതിയിൽ ഒരു വലിയ പൂക്കളം തന്നെ ഇട്ടു. അതിന് ശേഷം ഡുഡും ആയിഷയൊക്കെ കൂടി കളിക്കുകയാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പൂക്കളം കാണാൻ വരാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഡുഡു എൻ്റെ അടുത്ത് പറയാം, അമ്മ ഇത് കൊള്ളില്ല അയ്യേ എന്ന് പറയാണ്. അപ്പോൾ അവൾ എൻ്റെ പൂക്കളം ഭംഗിയില്ല എന്ന് പറഞ്ഞേനെ എൻ്റെ മോള് പിണങ്ങി പോവാണ്. അപ്പോൾ അവൻ പിടിച്ച് എടാ പോവല്ലേടാ ഞാൻ വെറുതെ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സോപ്പിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മാമ്മയുടെ വീട്. അപ്പോൾ ഇവരുടെ കളികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒഴിവ് സമയങ്ങളിൽ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചറും കുട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറച്ച് സമയം കളിക്കും, പിന്നെയും പിണങ്ങും, അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ ഓണത്തിന് ഞാൻ തലേദിവസം തന്നെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം 2 മണി വരെ ഞാൻ ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഒരു സാമ്പാർ കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കറി വെക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എന്താ പറയുക, അമ്മാമ്മ ഒന്നാമത് പ്രായമായി. അമ്മാമ്മ പണ്ട് ഒരുപാട് കറികളും എല്ലാം വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം അങ്ങനത്തെ പ്രായങ്ങൾ കൂടുന്തോറും നമുക്കതൊന്നും ചെയ്യാനായി ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കാറില്ല നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അവിയലും കാളനും പിന്നെ സാമ്പാറും ഉപ്പേരി 2 തരം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അമ്മാമ്മ ഇഞ്ചാമ്പുളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മാമ്മ അവിടെ പപ്പടം കാച്ചണു, അമ്മതേ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഞങ്ങൾ അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർ ആ കളികളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടായി. പിന്നെ അമ്മാമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ മാവ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ ഇവർ കമ്പി കൊണ്ടുപോയിട്ട് ആ മാവിൻ്റെ ഇല മുഴുവൻ തല്ലിക്കൊഴിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ അനിയൻകുട്ടൻ, എൻ്റെ അനിയൻകുട്ടൻ. അപ്പോൾ അവന് ഓണാണെന്നോ ക്രിസ്മസ് ആണെന്നോ ഒന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷെ അവനെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴും ഇങ്ങനെ നോക്കുന്നല്ലാതെ ഇന്നതാണെന്നുള്ളൊരു എന്താ പറയുക സംഭവമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും അവൻ ആ അഴിക്കുള്ളിൽ തന്നെയാണ്. പുറത്തോട്ട് ഇതുവരെയും വന്നിട്ടില്ല മീൻസ് പുറത്തേക്ക് ആവശ്യങ്ങൾക്ക് വരാറുണ്ട്, അല്ലാതെ അവനെ തുറന്നു വിടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്നും ആയിട്ടില്ല. മുത്തുമോനെവിടെ? ചേച്ചിയുടെ മുത്തുമോനെവിടെ? ചേച്ചിയുടെ മുത്തുമോനുണ്ട് അവിടെ. ആരുമ്മ അന്തടി അടിച്ചോട് മാമുജിന്നുണ്ടേ. അടുപോണ്ടോണ് ചേച്ചി കൊടേ കൂട്ടാനുണ്ടാക്കിണ്ടല്ലോ.
ആലായ കുലായ അതിൻ്റെ കൊമ്പത്ത് ചെലോമോൻ കേറിയിരുന്നു. ഇത് അവനെ കൊഞ്ചിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് വോയിസ് ഓവർ ഇല്ലാതെ തന്നെ എടുത്തത്. അപ്പോൾ അവനെ ഞാൻ ഉമ്മ ചോദിക്കുമ്പോൾ അവൻ ചെയ്യുന്നതാണ്. അവന് അങ്ങനെ ഒന്നും ശരിക്കും അങ്ങോട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കിലത്തെ സമയമായപ്പോൾ അമ്മാമ്മയ്ക്ക് ഒരാഗ്രഹം ആയിഷേനെയും ആയിഷയുടെ അമ്മേനെയും അപ്പേനെയും ഒക്കെ വിളിക്കണമെന്ന്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വന്നോട്ടെ, നമുക്കതൊന്നും പ്രശ്നമേ ഇല്ല. അവർക്കാണെങ്കിലും ഒരു പുതിയ അനുഭവമാണ്. പക്ഷേ അവർ ഒട്ടുമിക്ക ആയിഷയുടെ അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനു മുന്നും ഓണത്തിന് നമ്മളങ്ങനെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന കറികളൊക്കെ അമ്മാമ്മ ചൂടാക്കാണ്. അപ്പോൾ അതേ നേരിട്ട് കാണുന്നതാണ് നമ്മുടെ ആയിഷ താമസിക്കുന്ന വീട് കേട്ടോ. അപ്പോൾ അവിടെ അവർ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ആയിഷേനെയും ആയിഷയുടെ അപ്പേനെയും അമ്മേനെയും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡൂഡും ആയിഷയും കൂടിയിട്ട് ആദ്യം അമ്മേനെ പോയി വിളിച്ചു. അപ്പോൾ അമ്മ കുറച്ച് ബിസി ആയിരുന്നു. അതിന് ശേഷം ലിസിമോളും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ ലിസിമോള് ഡൂഡു കാണാണ്ട് അവൻ കളിച്ചുകൊണ്ടിരുന്ന കമ്പിയൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. കാരണം അത് വല്ലയിടത്തൊക്കെ കുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ 10 ദിവസം പിള്ളേർ വീട്ടിലിരുന്ന് കളിയും ചിരിയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തിനാ വെറുതെ അബദ്ധം വരുത്തിയിരിക്കണേ. അപ്പോൾ ഇവർക്ക് ഇത് തന്നെ പണി, അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, വെയിലാണെന്നോ മഴയാണെന്നോ അങ്ങനത്തെ ഒരു പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതേ നോക്കിയാൽ നട്ടപ്പുറ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, അത് ചാടുക, അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതേ ലിസിമോളും നമ്മുടെ ആയിഷക്കുട്ടിയുടെ അമ്മേനെ വിളിക്കാൻ വേണ്ടി പോവാണ്. നല്ല ഉച്ച സമയമാണ് കേട്ടോ. അതായത് മഴക്കാർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില സമയത്ത് മഴ പെയ്തിട്ട് പോകും. എന്ത് കാലാവസ്ഥയാണോ എന്തോ. കാരണം പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നന്നായി മഴയൊക്കെ പെയ്യും. ഇപ്പോൾ ആ വക ഇതൊന്നുമില്ല. പെയ്താ പെയ്തു, അത്ര തന്നെ. ചിലപ്പോൾ പെയ്ത് കഴിഞ്ഞാൽ നിൽക്കൂല. അപ്പോൾ ഇതാണ് നമ്മുടെ ആയിഷയുടെ അമ്മ കേട്ടോ. ആയിഷയുടെ അമ്മേനെ വിളിച്ചു. അത് അവരുടെ നാട്ടിലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിങ്ങാണ്. ഞാൻ ഇവിടുത്തെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു, പക്ഷെ അവൾക്ക് അവരുടെ നാട്ടിൽ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മമ്മയുടെ വീട്ടിലത്തെ ഓണത്തിൻ്റെ സദ്യ. സാമ്പാർ, അവിയൽ, കാളൻ, പിന്നെ കായ വറുത്തത്, പഴം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ തന്നെ പറ്റാവുന്ന രീതിയിൽ ഒരു ചെറിയ സദ്യ. അവർക്കും പുതിയൊരു അനുഭവം. കാരണം അവളുടെ അച്ഛൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സദ്യ കഴിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കും അത് മനസ്സറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അവരെ ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഡൂഡുവിന് ഭയങ്കര വിഷമമായിരുന്നു. അവന് പായയിലിരിക്കണം, ദീദിയുടെ അടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിണക്കമൊക്കെ ആയിരുന്നു. അതൊക്കെ മാറ്റി അമ്മമ്മ അതേ അവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കിഷ്ടമുള്ള കാര്യമാട്ടോ. അതായത് നമ്മൾ ഉണ്ടാക്കിയ കറിയും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കഴിക്കുന്നതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു സന്തോഷം. സംഭവം ഞാനിതൊക്കെ ഉണ്ടാക്കി ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ എനിക്ക് ശരിക്കും അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ 2 ദിവസം മുന്നേ സ്കൂളിലത്തെ ഫുഡ് കഴിച്ചില്ലേ, അത്രയും പോലും ഞാൻ കഴിച്ചില്ല. കാരണം എനിക്കെന്താണെന്നറിയില്ല, അങ്ങനെ ചിലവർക്കും അങ്ങനെ ഉണ്ടാവും. അതായത് നമ്മളിങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേ നമുക്കത് കഴിക്കാൻ തോന്നില്ല. അതുപോലെ അപ്പോടായാലും എല്ലാവരും പറയും, ഓ ഷെഫല്ലേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ എന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറും തോന്നലാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമുക്കതൊന്നും കഴിക്കാൻ തോന്നില്ല. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാന്നല്ലാതെ നമുക്കൊന്നും തോന്നില്ല. അപ്പോൾ അവർ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാനും സദ്യക്ക് എന്താ പറയുക സദ്യ വിളമ്പി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമ്മാമ്മേരെ വീട്ടിൽ തോണാട്ടോ. ഇപ്രാവശ്യത്തെ ഓണം ഇങ്ങനെ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ചെറിയൊരു ഓണം അങ്ങനെ കൂടി. ഇന്ന് അത്രയും വലിയൊരു സന്തോഷമുള്ള ഓണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് അപ്പയും കൂടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ജലദോഷം അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒട്ടും സുഖം തോന്നില്ല. അപ്പം ഞാൻ ഇല മടക്കി ഞാൻ പറഞ്ഞു അധികം അങ്ങോട്ട് കഴിച്ചില്ല. പിന്നെ അതേ പാലട പായസം എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ. അത് എന്തോരം തന്നാലും ഞാൻ കുടിക്കും. പക്ഷേ ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ എണീക്കാനേ പറ്റില്ല. അമ്മ അതുപോലെ കിടക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇല മടക്കി വെച്ചാൽ മതി. അതൊക്കെ കൊണ്ട് എടുക്കാനും അതിനൊക്കെ അമ്മ ഉണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പൊക്കോയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാമ്മയും മോനും അതായത് എൻ്റെ അനിയൻകുട്ടനും കൂടിയിട്ട് ഓണസദ്യ അവർ റൂമിലാണ് കഴിക്കണത്. അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ അവനും ഓണസദ്യ കഴിച്ചു. അതിനിടയ്ക്ക് ഞാൻ ഒരാളെ നോക്കുമ്പോൾ അതേ ഇവിടെ നമ്മൾ നാറാണത്ത് പ്രാന്തം ചെയ്യുന്ന പോലെ ഓരോരോ കാര്യങ്ങളില്ല,
അതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കല്ല് പെറുക്കുക, അതെടുത്ത് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് ഇടുക, ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് ഇടുക, ഇതേപോലത്തെ ഓരോരോ കാര്യങ്ങളാണ്. കുരുത്തക്കേടിൻ്റെ കൂടാണ്. കണ്ണ് തെറ്റിയ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അമ്മാതിരി കുറുമ്പുകളാണ് ചെയ്യുക. ആദ്യം ഞാൻ ഇങ്ങനെ കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ വിചാരിക്കും. എന്ത് ചെയ്യാം ദൈവമേ. പിന്നെ അമ്മയുടെ ആണല്ലോ മോൻ, അതും പറയണം. അങ്ങനെ നമ്മുടെ അനിയൻകുട്ടീൻ സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ അവിടെ ഡുഡുവിനെ നോക്കുകയാണ് കേട്ടോ. ഡുഡുവിൻ്റെ ഒച്ചയാനൊക്കെ കേട്ടപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് തൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇതാണ് എൻ്റെ വീട്, അമ്മമ്മയുടെ വീട്, എല്ലാവരുടെയും വീട് തന്നെയാണ്. അപ്പോൾ ദേ അവിടെ പൂക്കളം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയും വലിയൊരു പൂക്കളം ഇട്ടപ്പോൾ ഞാനൊന്ന് ചെറിയതായിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം വീട്. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അത്രയും വയ്യ. എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയാൽ മതി, അത്രയും വയ്യാഞ്ഞിട്ടാണ്. അതായത് ഒന്നാമത്തെ തലേദിവസം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടുമില്ല. അങ്ങനെ ഉച്ചയ്ക്ക് തൂണൊക്കെ കഴിഞ്ഞ് നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ അമ്മ യാത്രയൊക്കെ പറയാണ്. ഞങ്ങൾ ഞങ്ങളുടെ BMW പോണത് കേട്ടോ. ഞാനും ഡുഡും. ഉച്ച സമയത്ത് ഇത്രയും ശാന്തമായിട്ടൊരു ഉച്ച സമയം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഉച്ചയായിട്ട് ഉറങ്ങുന്ന സമയം തോന്നുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകി ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ഈ വർഷത്തെ ഓണവും അങ്ങോട്ട് പോയി. എന്താ പറയുക, എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ല മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. അത്ര തന്നെ. അടുത്ത വീഡിയോയിൽ കാണാം.